ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹിന്ദി ചാനലിലേക്ക് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് ചെയ്യാൻ വരുന്നത്. ബിസി ആയിരുന്നു. അപ്പൊ നമുക്കൊന്ന് ക്ലാസ്സിലോട്ട് കിടക്കാം. ഹിന്ദിയിലത്തെ റിംജിമിലെ ക്ലാസ് 4 ഇതിനകത്ത് ഉൽജൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനെ, അതായത് കഥയിലേക്ക് നമ്മൾ പോകുന്ന ഒരു ചാപ്റ്ററിലേക്ക്. അപ്പോൾ ഉൽജൻ എന്ന് പറയുമ്പം നമ്മൾ എന്ത് മീനിങ് എന്ന് പറയുമ്പോൾ, ഉൽജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ടെൻഷനുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. ആശയക്കുഴപ്പം, നമ്മുടെ ഒരു എൻസൈറ്റി വരുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് കാര്യം വരുമ്പോഴാണ് നമ്മൾ ഉൽജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥയിലോട്ട് കിടക്കാം. പാപ്പ കെഹത്തെ ബനോ ഡോക്ടർ, മാ കെഹത്തി എഞ്ചിനീയർ. പാപ്പ കെഹത്തെ, അച്ഛൻ പറയുന്നത് എന്താണ്? ബനോ ഡോക്ടർ, നീ ഡോക്ടർ ആവാൻ പറയും. ബനോ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് ഡോക്ടർ ആവാൻ പറയും. മാ കെഹത്തി എഞ്ചിനീയർ, മാ എന്ന് പറയും, മാ കെഹത്തി അമ്മ പറയുന്നു എഞ്ചിനീയർ ആവാൻ. ഓക്കെ. ഭയ്യ കെഹത്തെ ഇസ്സെ അച്ഛാ സീഖോ തും കമ്പ്യൂട്ടർ. ഭയ്യ കെഹത്തെ, ഭയ്യ എന്ന് പറയുമ്പോൾ മൂത്ത ജ്യേഷ്ഠനെ പറയും. ഭയ്യ കെഹത്തെ ഇസ്സെ അച്ഛ, ഇതിനേക്കാൾ നല്ലത് എന്താണ്? ഇസ്സെ അച്ഛ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ നല്ലത് എന്താണ്? സീഖോത്തും കമ്പ്യൂട്ടർ, നീ കമ്പ്യൂട്ടർ പഠിക്കാൻ പറയും. ചാച്ച കെഹത്തെ ബനോ പ്രൊഫസർ. ചാച്ച എന്ന് പറയുമ്പോൾ ആരാ? അച്ഛന്റെ അനിയനെയാണ് നമ്മൾ ചാച്ച എന്ന് പറയുന്നത്. ചാച്ച കെഹത്തെ, ചാച്ച പറയുന്നത് എന്താ? ബനോ പ്രൊഫസർ, പ്രൊഫസർ ആകാൻ പറയും. കോളേജിലെ പ്രൊഫസർ ആകാൻ പറയും. ചാച്ചി കെഹത്തി അഫ്സർ. ഓക്കെ. അപ്പോൾ ചാച്ചി എന്ന് പറയുമ്പോൾ ചാച്ചയുടെ വൈഫിനാണ് ചാച്ചി എന്ന് പറയും. അപ്പോൾ ചാച്ചി എന്താ പറയുന്നത്? നീ ഒരു ഓഫീസർ ആവാൻ പറയും. ഓക്കെ. അപ്പൊ ഇത് കോളേജിലെ പ്രൊഫസർ ആവാൻ പറയണു. അച്ഛൻ പറയുന്നു ഡോക്ടർ ആവാൻ, അമ്മ പറയുന്നു എഞ്ചിനീയർ ആവാൻ. ദീദി കെഹത്തി ആകെ ചൽക്കർ ബനന തുംഹെ കലക്ടർ. ദീദി എന്ന് പറയുമ്പോൾ ചേച്ചി. ചേച്ചി എന്താ പറയുന്നത്? ദീദി കെഹത്തി ആകെ ചൽക്കർ, മുന്നോട്ട് പോയിട്ട് നിനക്ക് എന്താ ആവണ്ടേ? ബന്ന തുംഹെ കലക്ടർ, നിനക്കൊരു കലക്ടറാണ് ആവണ്ടേ. ബാബ കെഹത്തെ ഫൗജ് മേ ജാക്കർ ജംഗ് മേ നാം കമാവോ. ബാബ എന്ന് പറയുമ്പം അച്ഛൻ്റെ അച്ഛനെയാണ് പറയുന്നത്. ബാബ അല്ലെങ്കിൽ ദാദ ഒക്കെ. ബാബ എന്താ പറയുന്നത്? ഫൗജ് മേ ജാക്കർ. അപ്പോ ബാബ പറയുന്നത് നീ മിലിറ്ററിയിൽ പോയിട്ട് നീ ഫൗജ് മേ ജാക്കർ ജംഗ് മേ നാം കമാവോ. ജംഗ് എന്ന് പറയുമ്പോ എന്താ? നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ നല്ല പേരുണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ ബാബ കെഹത്തെ ഫൗജ് മേ ജാക്കർ ജംഗ് മേ നാം കമാവോ. ദീദി കെഹത്തി ഘർ മേ രഹകർ ഹി ഉദ്योग ലഗാവോ. അപ്പോ ദീദി എന്താ പറയുന്നേ? ദീദി പറയുന്ന ഘർ മേ രഹകർ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട്, രഹകർ ഹി ഉദ്योग ലഗാവോ, എന്തെങ്കിലും എന്താ പറയാ, ഇത് വ്യവസായം ചെയ്യാൻ പറയുന്നു, ബിസിനസ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുന്നു. സബ്കി അലഗ് അലഗ് അഭിലാഷ. സബ്കി എല്ലാവരുടെയും അലഗ് അലഗ് വേറെ വേറെ ആശകളാണ്. അഭിലാഷ എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ. സബ്ക അപ്ന നാത്ത, എല്ലാവർക്കും അവൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു, അവൻ്റെതായ ആഗ്രഹങ്ങൾ പറഞ്ഞു, ഇതാവണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദാദാ ദാദി ചാച്ച ചച്ചി എല്ലാവരും പറഞ്ഞു. ലേക്കിൻ മേരെ മൻ കി ഉൽझन, പക്ഷെ എൻ്റെ മനസ്സില് ഇതെന്താ? ഉത്കണ്ഠ എന്താ? എൻ്റെ മനസ്സില് ഇതെന്താ? കോയി സമജ് നഹി പാത, അത് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോ ഇതൊരു സുരേന്ദ്ര വിക്രമിന്റെ ഒരു കുഞ്ഞ് ഒരു കവിത പോലെയാണ്. ഉൽझन എന്നാണ് ഈ കവിതയുടെ പേര്. ഇതൊരു എളുപ്പത്തിലുള്ള ഒരു കവിതയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും, ഇഷ്ടപ്പെട്ടു കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്. Please like and subscribe my channel. Thank you.